ഉപ്പാന്റെ ഉമ്മാന്റെ മുമ്പിൽ എങ്ങനെ ശബ്ദം ഉയർത്തുക? മാതാപിതാക്കൾ എങ്ങനെ വേദനിപ്പിക്കുക? ചില ആൾക്കാർ പറയും ഭാര്യനോട്, നീ ഒന്നും പഠിക്കാൻ വേണ്ട, എന്നോടൊന്നും പറയൂല. ഏട്ടന്റെ ഭാര്യനെ അനിയന്റെ ഭാര്യനൊക്കെ ചിലപ്പോൾ ഉമ്മ ചൂടാവായിരിക്കും, നീ എന്നെ തൊടുക, കാരണം എന്നോട് മുണ്ടാനും ഉമ്മാക്ക് പേടിയാണ്. യോ യോ നിന്നോട് ഉമ്മാക്ക് എന്തേലും പറയാനോ ചോദിക്കാനോ പേടിയുണ്ട് എന്നത് നീ വിജയമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നീ മനസ്സിലായിക്കോ, നീ ദുനിയാവ് തന്നെ തോറ്റു തുടങ്ങിയിട്ടുണ്ട്. ഉമ്മ എന്നോട് അധികം വായ തുറക്കൂല. ഓക്കെ, നീ മരിക്കുന്ന സമയത്ത് നിനക്ക് വായ തുറക്കാനും കഴിയില്ല ദിക്കറിന് വേണ്ടിയിട്ട്, അതാ പ്രശ്നം. നീ തോറ്റു തുടങ്ങിയിട്ടുണ്ടെന്ന് അർത്ഥം. വളരെ അഭിമാനത്തോടെ ചില പിള്ളേർ പറയുന്നേക്കാം, എന്നോട് ഉമ്മ അധികം ഡയലോഗ് നടക്കൂല, ഉപ്പാക്ക് എന്നോടും ഉണ്ടാകില്ല. ഏതെങ്കിലും ഒരു മോനോട് മോളോട് ഉപ്പാക്കുമാക്കും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ പേടിയുണ്ടെങ്കിൽ മോനെ നീ ഉറപ്പിച്ചോളി, നിന്റെ ദുനിയാവും വെള്ളത്തിൽ ആഖിറവും പരാജയപ്പെട്ടു. അത് അഭിമാനം. അതിനേക്കാൾ അപമാനമായ കേസ് വേറെന്തുള്ളത്? അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ഓരോന്നും ശബ്ദം ഉയർത്തരുത്. ശരിക്ക് എന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനം തന്നെ എന്താണെന്നറിയോ? ഒരടിമ എന്തേലും തെറ്റ് ചെയ്തു പോയിട്ട് ഉടമസ്ഥന്റെ അടുത്ത് പോയി അടി കിട്ടുമോ ശിക്ഷ കിട്ടുമോ എന്ന് പേടിച്ച് വളരെ താഴ്മയോടെ ഭവ്യതയോടെ നിന്നിട്ട് വറവറക്കുന്ന പോലെയാണ് ഉപ്പാന്റെ ഉമ്മാന്റെ മുമ്പിൽ നിന്നിട്ട് സംസാരിക്കേണ്ടതെന്നാണ്. ഉമ്മ, ഞാൻ 11-ാം തീയതി റിട്ടേൺ എടുക്കണമെന്ന് വിചാരിക്കേണ്ടത്, ഉമ്മ എന്താ പറയുന്നത്? അങ്ങനെയല്ലേ ശരിക്കും ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഒരു കുട്ടിയെ എങ്ങനെയെങ്കിലും ഉപ്പാനിമാനി വേദനിപ്പിക്കോ? ഇതൊക്കെ പഠിച്ച ഒരു മോള് എങ്ങനെയെങ്കിലും വേദനിപ്പിക്കോ? ഉമ്മാന്റെ അറിവില്ലായ്മ ദുരുപയോഗം ചെയ്തിട്ട് നിന്റെ ഉമ്മാന്റെ ഫോണിലെ ഏതെങ്കിലും ഒരു ആപ്പ് നീ ദുരുപയോഗം ചെയ്യണ്ടെങ്കിൽ മോളെ നീ ജയിച്ചു എന്ന് വിചാരിക്കണ്ട, നീ തോറ്റു തുടങ്ങണം. നീ ദുനിയാവെന്ന് തോറ്റു തുടങ്ങുന്നു. ആ വയസ്സായ ഉമ്മാനെ പറ്റിക്കണം. ചെക്കന്റെ പേര് പെണ്ണിന്റെ പേരാക്കി സേവ് ചെയ്തിട്ട് നീ ഉമ്മാനെ പറ്റിച്ചു അല്ലേ? നീ തോറ്റു തുടങ്ങും. നിനക്ക് ആദ്യത്തെ ശിക്ഷ എവിടുന്ന കിട്ടാന്നറിയാം? നിന്റെ ഗർഭപാത്രത്തിൽ ജനിക്കുന്ന കുട്ടികളിൽ നിന്ന് കാണാം അതിന്റെ ദുരന്തങ്ങൾ. ഒരു പ്രശ്നം ചെയ്യരുത്.